നമുക്ക് ആവശ്യമുള്ള കോർഡിനേറ്റ് ടോട്ടൽ സ്റ്റേഷൻ മെഷീനിലേക്ക് എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഓൾറെഡി ഞാൻ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓൾറെഡി നമ്മൾ ഓട്ടോകാഡിൽ നിന്ന് എങ്ങനെയാണ് കോർഡിനേറ്റ്സ് എക്സലിലോട്ട് മാറ്റുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി എക്സലിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രോയിങ് ആണിത്. അതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. ഈ കോർഡിനേറ്റ്സിനെ നമ്മൾ ജസ്റ്റ് സേവാസ് കൊടുക്കുക. സേവാസ് കൊടുത്തിട്ട് ഇവിടുത്തെ എക്സൽ വർക്ക് ബുക്കിൻ്റെ സേവ് ചെയ്യുന്ന ടൈപ്പ് നമ്മൾ മാറ്റി കൊടുത്തിട്ട് CSV, ഡിലിമേറ്റഡ് അതും കൊടുക്കുക. അത് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിനിമൈസ് കഴിഞ്ഞാൽ ഇതാണ് കണ്ടില്ലേ, ഇതാണ് നമുക്ക് നോട്ടായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ കോർഡിനേറ്റ്സ് ഇങ്ങനെ കിട്ടി. ഇനി ഈ കോർഡിനേറ്റ്സിനെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് നമ്മുടെ പെൻഡ്രൈവിലോട്ട് മാറ്റാം. പെൻഡ്രൈവിൽ എപ്പോഴും ജോബ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജോബ്സിലാണ് നമ്മൾ ഡേറ്റാസ് കൊണ്ട് സേവ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മെഷീനിലോട്ട് ഇതിനെ കോപ്പി ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ജോബ്സിൻ്റെ അകത്തോട്ട് നമുക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഷൈബു റിവൈസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടാണ് നമുക്ക് ഉള്ളത്. ഒരു CSV ഫയലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മെഷീനിലോട്ട് കയറ്റാമെന്ന് നോക്കാം. മെഷീൻ ഓൺ ചെയ്യാം. ഞങ്ങളിത് 06+ ആണ്. ലൈക്ക 06 TS06+. ഓണേ വരെ ഇച്ചിരി സമയം എടുക്കും. ഇത് കണ്ടിന്യൂ കൊടുക്കുക. ഇതാ ഇവിടെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടൊരു ഇത് ഓപ്പൺ ചെയ്തിട്ട് പെൻഡ്രൈവ് ഇതിൻ്റെ അടിയിൽ സ്റ്റിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ലേക്കയുടെ തന്നെ പെൻഡ്രൈവ് ഉപയോഗിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതി വരുന്നത്. കുഴപ്പമില്ല. കണ്ടിന്യൂ കൊടുത്ത് പോവുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ട്രാൻസ്ഫറിലേക്ക് വരിക. ഇമ്പോർട്ട് ഫയൽ. ഓക്കെ, ഇമ്പോർട്ട് ഫയൽ സിംഗിൾ ഫയൽ USB സ്റ്റിക്കിൽ നിന്നാണ് ടു ഇൻസ്ട്രുമെൻറ്റ് ഫയൽ സിംഗിൾ ഫയൽ. കണ്ടിന്യൂ കൊടുക്കുക. ഷൈബു റിവൈസ് 1 എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്.